ഹലോ മോട്ടോ മോട്ടോ ഇതാരാണ് എന്തേ? അപ്പം മോട്ടോ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. ഈ വെയിലുള്ളത് കൊണ്ട് തന്നെ വെയിലുള്ളത് ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം എന്തോക്കളെ ബൂസ്റ്റ് ഇട്ടില്ല, ചായ ഇരട്ടാ. അപ്പോൾ ഈ വെയിലുള്ളത് കൊണ്ടെന്നല്ല, ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം നമുക്ക് തുണി അണിക്കാനുള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ നല്ല ഇരുണ്ട് മൂടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു കുത്തുപൊണി പിന്നെ ഞാൻ തുണി നനച്ച് വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്ന് ഉണക്കാനിട്ട് കേട്ടോ. അതിന് ഒരു കുത്തുപൊണി മുക്കി വെച്ചേക്കുന്നു. ഇനി ഒരു 2 കുത്തുപൊണിയിൽ തുണി നനയ്ക്കാനുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് തീർന്ന ഇപ്പം വാപ്പയും ഉമ്മയും സാധനം വാങ്ങിക്കാൻ പോകുന്നുണ്ട്. വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാം. വന്നോ, പല്ലൊക്കെ തേച്ചിട്ട് ഡ്രസ്സ് ഇട്ടോ. അപ്പം എന്താണ് പറയാൻ വേണ്ടിയിട്ട് വന്നതെന്ന് അറിയുമോ? ഞമ്മൻ്റെ പുന്നോട് ഐശ്വര്യ റോയ് ഉണ്ട്. പുന്നോട് ഐശ്വര്യ റോയിലെ വീഡിയോകൾ നിർത്തണമെന്ന് വിചാരിച്ചാൽ ഈ പുന്നോട് ഐശ്വര്യ റോയ് സമ്മതിക്കുന്നില്ലാടെ. ഇന്ന് 2 വേറെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ അത് ചെയ്യണമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച 2 വീഡിയോസാണ്. അപ്പോൾ അത് ചെയ്യാനുണ്ട്. അപ്പോൾ എന്നാലും നിങ്ങളടുത്ത് വന്ന് 2 വാക്ക് സംസാരിച്ചിട്ട് പോയില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടാണല്ലോ. ഞമ്മൻ്റെ കുട്ടൂസിനെ നോക്ക്. ഞമ്മൻ്റെ കുട്ടൂസ് രാവിലെ തന്നെ വന്ന് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ച് അങ്ങനെ പോയി നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞമ്മൻ്റെ പുന്നോട് ഐശ്വര്യ റോയ്ക്ക് എല്ലാവരെയും ഭയങ്കര പുച്ഛമാണ്. അതായത് രൂപത്തിൻ്റെ കാര്യത്തിൽ, നിറത്തിൻ്റെ കാര്യത്തിൽ, വർണ്ണവും നിറമൊക്കെ ഒന്നല്ലേ, എല്ലാ കാര്യത്തിലും ഞമ്മൻ്റെ പുന്നോട് ഐശ്വര്യ റോയ്ക്ക് എല്ലാം ഭയങ്കര പിന്നെ എന്താണ് ഈച്ചേ ഭയങ്കര വിഷമകരമാണ്. എല്ലാവരും ഒരു പുച്ഛമാണ്, വിഷമമല്ല, ഒരു തരം പുച്ഛമാണ് പുള്ളിക്കാരത്തിക്ക്. ഇപ്പോൾ പുള്ളിക്കാരത്തി ഞമ്മൻ്റെ ഷെഫീന താത്തേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെഫീന താത്ത എന്തോ ഭയങ്കര മേക്കപ്പിലാണ് ജീവിക്കുന്നത് എന്ന്. ഷെഫീന താത്തേനെ ഒരുപാട് തവണ നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉള്ള സത്യം നമുക്ക് പറയാമല്ലോ. ഈ ഷെഫീന താത്തയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര നല്ല ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് അവരങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്. നമ്മളിപ്പോൾ എവരി ആക്ഷൻ ഈസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ഷെഫീന താത്തയുടെ അടുത്ത് ഞാൻ നല്ല നിലവാരത്തിലാണ് സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത് അവരൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഞാനും അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ 2 പേരും തമ്മിൽ ഭയങ്കര അടി ഉണ്ടാക്കും കേട്ടോ. ഞാനും അവരും തമ്മിൽ അടി ഉണ്ടാക്കണത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിചാരിക്കും, ഇനി ഇതുകൾ 2 ജന്മത്ത് മുണ്ടൂല, അങ്ങനെ അമ്മാതിരി എന്നെ പച്ചത്തെറിയൊക്കെ വിളിക്കും. അപ്പം നിങ്ങൾ പോയി നിങ്ങളെ കാര്യം നോക്ക് തള്ളേ എന്നൊക്കെ കിടന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ അടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമാണ്. പക്ഷെ എന്നാലും ഭയങ്കര ഒരു നല്ല ക്യാരക്ടറാണ്. പിന്നെ അതായത് ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ത്രീയാണ്. നമുക്ക് ഒരാളിനെ കാണുമ്പോൾ നമുക്കൊരു കാര്യം കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നന്മയുള്ളത് കൊണ്ടാണ്. അല്ല, നമുക്ക് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് ആൾക്കാർക്ക് പറ്റും ഉപദേശിക്കാൻ. പക്ഷെ ഉപദേശം നമ്മൾ ചെയ്ത് കാണിക്കണം. ആ ഒരു ഗണത്തിൽപ്പെട്ടതാണ് ഈ ഷെഫീന താത്ത. അപ്പം ഞമ്മൻ്റെ പുന്നോട് ഐശ്വര്യ റായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഷെഫീന താത്ത പൂട്ടിയിട്ടിട്ടാണ് നടക്കുന്നത്. ഈ ഷെഫീന താത്തേനെ ഞാൻ ഒരുപാട് തവണ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയാം. അവരൊരു പൗഡർ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ മുഖത്തൊരു പൗഡർ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല. അവർ പൗഡർ ഇടില്ല. എനിക്കൊന്ന് ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഇപ്പോൾ പൗഡർ അലർജി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പൗഡർ അവർ വലുതേ പൗഡർ അവർ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവർ കണ്ണ് നിറച്ച് കരിയിടും, അതേപോലെ തന്നെ ചുണ്ട് നിറച്ച് ലിപ്സ്റ്റിക്ക് ഇടും. പക്ഷെ ഒരു പ്രത്യേക ചന്തമാണ്. ഒരു സിനിമാ നടീനെ പോലെ തന്നെയാണ് അവരെ കാണാൻ. ഭയങ്കര വെളുത്തിട്ട് ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ. ഇത്രയും വയസ്സായെങ്കിലും അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ വയസ്സായ ഒരു സ്ത്രീയാണെന്ന് നമുക്ക് തോന്നില്ല. എനിക്കൊന്ന് എന്നെപ്പോലും ചിലപ്പോൾ അവരെക്കാൾ വയസ്സ് തോന്നിക്കും. അവരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ല. അതായത് 28 വയസ്സുള്ള ഒരു മോൻ്റെ ഉമ്മയാണ് അവർ എന്നുള്ളത് അവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ലടെ. അത്രയും സൗന്ദര്യമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അവരെ കയ്യൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കിയാലുണ്ടല്ലോ പഞ്ഞി പോലെയാണ് ഇരിക്കണത്.
അവരെ കൈയൊക്കെ പഞ്ഞു പോലെയാണ് ഇരിക്കണത്. ഭയങ്കര ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ അവരുടെ അടുത്ത് സംസാരിക്കൽ, എൻ്റെ പൊന്നോ, നമ്മൾ ചിരിച്ച് മരിക്കും. നമ്മൾ ഒരാളിനെ നമുക്ക് കരയിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരാളിനെ നമ്മൾ ചിരിപ്പിക്കാൻ. എനിക്ക് മുമ്പ് ഞാൻ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 4 സുഹൃത്തുക്കളാണ്. അതായത് 2 വീണമാരും, ഒരു അശ്വതി എന്ന് പറയുന്ന അച്ചുവും ഞങ്ങൾ 4 പേരും ഭയങ്കര സുഹൃത്തുക്കളാണ്. ഭയങ്കര സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അമ്മാതിരി ആ ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു സൗഹൃദം. അപ്പോൾ അതിൽ ഈ അശ്വതി എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര പൊക്കം കുറഞ്ഞിട്ട് ഒരു പാവം കുട്ടിയാണ്. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന എല്ലാവരും ഭയങ്കര പാവമുള്ള പിള്ളേരാണ്. പക്ഷേ എനിക്ക് മെൻ്റലി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളെന്ന് പറയുന്നത് ഈ 4 പേര്, 3 പേരാണ്. അപ്പം ഇതിൽ അശ്വതി വായ തുറന്ന ബ്ലണ്ടറേ പറയും. പാവം ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് 2 മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നേ. പക്ഷെ നമുക്ക് മിസ്സാവുന്ന ഒരു കാലഘട്ടമുണ്ട്, നമ്മൾ പഠിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം അശ്വതിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അവൾ വാ തുറന്ന എന്ത് പറഞ്ഞാലും ഇങ്ങനെ അറിയാതെ അബദ്ധം പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൾ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. ഇപ്പോൾ ഒരാൾ 10ാം ക്ലാസ് ജയിച്ചിട്ട് എടാ ഞാൻ 10ാം ക്ലാസ് ജയിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട് മുട്ടായി വിതരണം ചെയ്യുകയാണ്. അപ്പം മുട്ടായി വാങ്ങിച്ചിട്ട് 10ാം ക്ലാസ് ജയിച്ചാ കോൺഗ്രാറ്റുലേഷൻ. ആ ക്ലാസ് മൊത്തം ഇരുന്ന് ചിരിച്ചു പോയ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ എന്തൊരു കാര്യം പറഞ്ഞാലും അവൾ പോലും അറിയാതെ അവളുടെ നാവിൽ വികട സരസ്വതി വരും. അപ്പോൾ ഇവിടെ ആ ക്ലാസ് മൊത്തം ഇരുന്ന് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ അവൾക്കത് എപ്പോഴും ഭയങ്കര സങ്കടമാണ്. അവൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, എന്തടി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം ഇങ്ങനെ എല്ലാവരും ചിരിക്കണത്, അത് മോശമാണെന്ന് ചോദിക്കും. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറയണ ഒരു കാര്യമുണ്ട്, നമ്മൾ കാരണം ഒരാൾ കരയല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ കാരണം ഒരാൾ ചിരിക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ അത് നീ ശരിക്കും നല്ലൊരു അമേസിങ് ക്യാരക്ടർ ആയതുകൊണ്ടാണ് നിൻ്റെ വായിലൂടെ മറ്റൊരാൾ നീ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ചിരിക്കുന്നുണ്ട് എങ്കിൽ അത് നല്ല കാര്യമാണ് അച്ചു, നീ അത് വലിയ കാര്യമായിട്ട് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്ന് ഭയങ്കര വീണയ്ക്ക് ഈ സംഭവം അറിയായിരിക്കും. വീണ നമ്മളെ ലൈവിലൊക്കെ വരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മളെ ഷെഫീന താത്ത എന്ന് പറയുന്നത്. ഷെഫീന താത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേസിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അവരുടെ അടുത്ത് സംസാരിച്ചാൽ നമുക്ക് സമയം പോണതറിയില്ല. അമ്മാതിരി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ വയറുവേദന എടുക്കും ഇവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ. എനിക്ക് വയറുവേദന എടുക്കും. അത്രയും ഭയങ്കരമായ ഒരു കോമഡി താരമാണ്. പിന്നെ അതുപോലെ തന്നെ ഷെഫീന താത്ത കുട്ടിയിടുന്നതെന്ന് പറയുന്നത് പച്ച കള്ളമാണ്. അവർ പൗഡർ പോലും യൂസ് ചെയ്യൂല. പിന്നെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടും, കാര്യം എഴുതും. പക്ഷേ എന്നിട്ട് കൂടി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിക്കുവിനെ കൊണ്ടാണ് അവരെ കാണാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ചിക്കു ചുണ്ട് നിറച്ച് ലിപ്സ്റ്റിക്, എൻ്റെ മക്കളെല്ലാം ചുണ്ട് നിറച്ച് ലിപ്സ്റ്റിക് ഇടുന്ന ഒരു പിള്ളേരാണ് കേട്ടോ. അതിൽ ദിമ്മുവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അവൾക്കങ്ങനെ ഭയങ്കരമായിട്ട് ഒരുങ്ങി നടക്കുക അതിലൊന്നുമല്ല അവൾക്ക് കാര്യം. അവൾ ഭയങ്കര ദീനിയായ ഒരു കുട്ടിയാണ്. അതുപോലെ ചിക്കു ദീനിയാണ്, പക്ഷേ എന്ത് ചെയ്യുക, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം അല്ലേ മക്കളെ, അവൾക്ക് എപ്പോഴും ഒരുങ്ങി നടക്കണം. അത് എൻ്റെ മാമൻ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ സ്വന്തം സഹോദരൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ കണ്ണാടിയുടെ മുമ്പിലാണ് പോണത്. എന്നിട്ട് മുടിയൊക്കെ കോതി മുഖമൊക്കെ ചെത്താക്കിയിട്ടാണ് നേരെ പോണത്. എവിടെയെന്നറിയാം, ബാത്റൂമിൽ. ഞാനിങ്ങനെ കുറേ കാലം ഇങ്ങനെ കളിയാക്കുമായിരുന്നു. വന്ന് മുടിയൊക്കെ കോതണത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു എന്തോ ഓഫീസിൽ പോകുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെ കളിയാക്കും, ആടി ഞാൻ ഓഫീസിൽ തന്നെയാണ് പോകുന്നത് ബാത്റൂമിൽ എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമ്മളെ ഷെഫീന താത്ത എന്ന് പറയുന്നത്. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും, വെറുത്താൽ ചങ്ക് പറിച്ചെടുക്കുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവർക്ക് 28 വയസ്സുള്ള മോനുണ്ട്. അവരൊരിടത്തും വന്നിട്ട് പറയുന്നില്ല ഞാൻ 18 വയസ്സായ സ്ത്രീയാണ്, എനിക്ക് കല്യാണ പൂതിയുണ്ട്, കല്യാണം കഴിക്കണം എന്നൊന്നും ഒരിടത്തും വന്ന് പറയണതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അവർ വയസ്സായ ഒരു സ്ത്രീ, വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വയസ്സൊന്നും ഇല്ല കേട്ടോ. പിന്നെ ആരോ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ചുളിവ് വീണിട്ടുണ്ട്. പിന്നെ 28 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ ഉമ്മ കഴുത്ത് ചുളുങ്ങിയതാണ് വലിയ കാര്യം. മനുഷ്യരെല്ലാവരും വയസ്സാവും, മനുഷ്യരൊക്കെ വയസ്സാവും. എൻ്റെ മോൻ
എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറയും, ഉമ്മച്ചിയുടെ മുടിയൊക്കെ നരച്ചു ഉമ്മച്ചി, ഉമ്മച്ചി വയസ്സായത് എനിക്ക് കാണാൻ പറ്റൂല ഉമ്മച്ചി എന്ന് പറയും. അപ്പം ഞാൻ പറയും, നമ്മൾ മനസ്സ് വയസ്സാവുന്നില്ല മോനെ, വയസ്സായാലും ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓടയല്ലേ, അപ്പോൾ എൻ്റെ മനസ്സ് വയസ്സായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അത് നീ ഓർക്കണ്ട. അപ്പോൾ വയസ്സാകുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് യാത്രയുടെ സമയമാണ്. അതായത് നിങ്ങൾ യാത്ര പോകാനുള്ള സമയമായി, നിങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് നിങ്ങളെ വിട്ടതിൻ്റെ ഒരു എൻ്റെ പോർഷനിലേക്കൊക്കെ നിങ്ങൾ എത്താറായി എന്ന് നമുക്ക് തോന്നുന്നു. അതായത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പാഠം ഉണ്ടായിരുന്നു. അതായത് ഈ ലോകം നമുക്കൊരു യാത്ര പോലെയാണ്. വരുന്ന ഒരു ബസ്സിൽ കയറി നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങണം. ആ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ലോകം തന്നെ നമ്മളെ അറിയിക്കുന്ന ഒരു ഘട്ടമാണ്. നമ്മൾ മുടി നരയ്ക്കുക, പല്ല് പോവുക, ഓർമ്മകൾ നശിക്കുക, വയസ്സാകുക എന്ന് പറയുന്ന മുഖം ചുളുങ്ങുക. ഇതൊന്നും തന്നെ ഒരു കുറവല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഖത്തിൻ്റെ കളർ മാറുക, അവരുടെ പല്ലിൻ്റെ നിറം മങ്ങുക, അവരുടെ സംസാരം വിറയ്ക്കുക, ഇതൊന്നും തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവല്ല. അത് അവൻ ജീവിച്ച് വന്ന കാലഘട്ടങ്ങളിൽ അവൻ്റെ ഒരു എൻഡ് പോർഷൻ എത്തി. നമുക്കൊരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഓമനത്വം തോന്നും, അവൻ നിഷ്കളങ്കനാണ്. അതുപോലെ തന്നെയാണ് വയസ്സായ ആൾക്കാരും. പിന്നെ ചില ആളുകൾ ഇവരുടെ ഉമ്മാനെ ഞങ്ങളല്ല വിളിച്ചത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം ഷെഫീന താത്തനെ വിളിച്ചിട്ട് തെറി വിളിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബിയാണ്. സമയം പോവില്ല ഇവർക്ക്, എനിക്ക് തോന്നുന്നു ഇവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഇവർക്ക് സമയം പോവില്ല. അവർ നേരെ വരും, ഷെഫീന താത്തനെ വിളിക്കും, തെറി പറയും. ഇതിങ്ങനെ സ്ഥിരമായപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇവരുടെ ശല്യം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്ന കോൺഫറൻസിൽ ഞാൻ 2 കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. കോൺഫറൻസ് ഇട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും 2 കൊടുക്കാനൊന്നും തോന്നൂല. അവരുടെ ഒരു സംസാരം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ്. ഒരു അന്തും കൊണ്ടും ഇല്ലാത്തൊരു സ്ത്രീ. അപ്പം അവരിങ്ങനെ സ്ഥിരമായിട്ട് ഞങ്ങളെ വിളിക്കുന്നു എന്നുള്ളത് ഞങ്ങളെങ്ങനെയാണ് മറ്റുള്ളവരെ അറിയിക്കുക, ഇവരെ മക്കളടുത്തായാലും അറിയിക്കുക. ഇന്നും രാവിലെ വിളിച്ചെന്നാണ് പറയടാ, അതാണ് പറ്റി. ഇത്രയും അവരെ മോനൊക്കെ ചെന്ന് വിളിച്ച് പറഞ്ഞിട്ടും അവർ ഇന്നും രാവിലെ വിളിച്ചെന്നാണ് പറയാം. എന്തൊരു സ്ത്രീയാണോ, എന്തായാലും കൊള്ളാം. പിന്നെ ഈ നമ്മൾ ഒരു വീട്ടിൽ ഒരു വിഷയം നടക്കുമ്പോൾ നമ്മൾ ആ വീട്ടിലെ ചെറിയ കുട്ടികളടുത്ത് സംസാരിക്കും. നമ്മളല്ല പോലീസുകാരായിരുന്നാലും ആ വീട്ടിലെ ചെറിയ കുട്ടികളടുത്ത് സംസാരിക്കും. അതുപോലെ ആ വീട്ടിലെ വയസ്സായ ആളുകളടുത്ത് സംസാരിക്കും. ഇവർക്ക് കളവ് പറയാൻ അറിഞ്ഞൂടാ, ഇനി അറിയാമെങ്കിൽ തന്നെയും ഇവർക്ക് പിടിച്ചിരിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ ആ ഒരു രീതിയിൽ വയസ്സായവരടുത്തും സംസാരിക്കും. എന്തായാലും 2 കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ കോൺഫറൻസിൽ കയറിയതെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, നമുക്കൊന്നും കൊടുക്കാൻ പോലും തോന്നിയില്ല. കാരണം ഇങ്ങനെ കിടന്നാലും ചിലവല്ലോ എന്ന് പറയുകയാണ്. അപ്പം ആ ഒരു വിഷയം, ഈ സ്വന്തം വീട്ടിലുള്ള വയസ്സായ ആളുകൾ മാത്രം എല്ലാം തികഞ്ഞവർ, അവരൊക്കെ വയസ്സായി, മറ്റുള്ളവരൊക്കെ ഇവിടെ ചുളുങ്ങിയവരും ഒക്കെയാണ് എന്നാണ് പറയണത്. ഈ ചുളിവ് വീഴുക, വയസ്സാവുക, നരയ്ക്കുക എന്നൊക്കെ പറയുന്നത് അത് ഒരു കുറവല്ല മക്കളെ. അത് നമ്മൾ ജീവിച്ച് വന്ന കാലം നമുക്ക് തന്ന മാറ്റങ്ങളാണ്. ജീവിതത്തിൽ നമുക്ക് കാലം തരുന്ന മാറ്റങ്ങളാണ് എന്ന് പോലും മനസ്സിലാവാതെ ഈ പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കുമെന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിലുള്ള ചില ആളുകളുണ്ട്. ഇനി ഷെഫീന താത്തയ്ക്ക് എത്ര വയസ്സായാലും അവരൊക്കെ ഝാൻസി റാണീനെ പോലത്തെ സ്ത്രീയാണെന്ന് ഞാൻ പറയും. കാരണം അത്ര, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ചില സമയങ്ങളിലെങ്കിലും വീക്കായിപ്പോവും. ഇവർക്ക് 2 ആഴ്ചയായിട്ട് ഇവർക്ക് ഭയങ്കര കടുത്ത പനിയാണ്. പിന്നെ ആശുപത്രിയിൽ പോയി ഡ്രിപ്പിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന് വീഡിയോ ചെയ്ത മഹതിയാണ് ഈ മഹതി. ഞാനെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേക്കില്ല. അപ്പോൾ അതേപോലെ പിന്നെ എത്ര വയ്യെങ്കിലും അവരെണീറ്റ് അവരുടെ കാര്യങ്ങൾ നോക്കും. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും നോക്കാനില്ല. അവരുടെ ഫാമിലി എന്ന് പറയുന്നത് അവരുടെ കൈകളിലാണ്. ഈ താങ്ങാൻ ആളുള്ളവനാണ് വേദന എന്ന് പറയുന്ന പോലെ അവർക്ക് താങ്ങാൻ ആരുമില്ല. അവർ തന്നെ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയും പനിച്ചരിച്ച് കിടക്കുമ്പോഴും അവരെണീറ്റ് പോയി അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. ബാലാവകാശ കമ്മീഷനിൽ നിന്ന് വിളിച്ച് അവർ പോയി 2 തല വലിഞ്ഞു കയറി അവർ കാര്യങ്ങൾ പറഞ്ഞ് എടുത്ത്. അപ്പോൾ അതുകൊണ്ട് അവരെ പറഞ്ഞതിനല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സത്യത്തിൽ
ഒരാളുടെ സൗന്ദര്യത്തിന് അവർ എത്രയും വയസ്സായിട്ട് പോലും അവരെത്രയോ സുന്ദരിയാണ്. അവരത്രയും വയസ്സായിട്ട് പോലും അവരെ കാണാൻ എന്താ സൗന്ദര്യം എന്നറിയാമോ? അവരുടെ കൈകളിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ റോസാപ്പൂവിൻ്റെ ഇതള് പിടിക്കുന്ന പോലെ അത്രയും സോഫ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീനെ പുന്നോട് സുന്ദരി, വേൾഡ് സുന്ദരി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇതിനി എന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ട് നടക്കാൻ എനിക്ക് വയ്യ കേട്ടാ. കാരണം അങ്ങേ അറ്റെത്തി. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ കാണാതെ പോകരുത്. അതായത് ഈ ഒരു സ്ത്രീക്ക് അവരുടെ മകളെന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. പക്ഷെ എന്നാലും അവർക്ക് പ്രസവത്തിന് പോകുന്നതിന് മുമ്പ് ആ കുട്ടീനെ ഈ വീട്ടിൽ കൊണ്ടുവന്നേ മതിയാവും. ആ ഒരു ഉറുത്തല് സ്വഭാവം, ആ ഒരു ഉറുത്തല് ചിന്താഗതി, എന്ത് ചിന്താഗതിയാണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളായിരുന്നാലും നമ്മളെ മക്കൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയട്ടെ, ഞാനില്ലാതെ എൻ്റെ ഒരു അഭാവത്തിൽ ഞാൻ എൻ്റെ മക്കളെ ഏൽപ്പിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സേഫായിട്ട് ഞാൻ കരുതുന്ന 2 വ്യക്തികളെന്ന് പറയണം. ഒന്ന് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ, ഒന്ന് എൻ്റെ ഉമ്മ. ഈ 2 ഉമ്മമാരെ അല്ലാതെ വേറൊരാളെ എനിക്ക് ഏൽപ്പിക്കാൻ എനിക്ക് മനസ്സ് വരില്ല. കാരണം ഈ 2 സ്ഥലത്തും എൻ്റെ മക്കൾ എന്താ സേഫായിരിക്കും. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ആ കുട്ടി ഏറ്റവും സേഫായ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ഭീഷണിയുമായിട്ട് മുന്നോട്ട് വന്ന് ആ കുട്ടീനെ തിരിച്ചു കൊണ്ടുവരാൻ ഇവർ നടത്തുന്ന പ്രയത്നം നിങ്ങൾ കാണാതെ പോകരുത് മനുഷ്യരെ. നിങ്ങൾ കാണാതെ പോകരുത്. എന്തായാലും ആ കുട്ടീനെ കൊണ്ടുവന്ന് പൊന്നുപോലെ നോക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല, അതെന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസൊക്കെ നമുക്കുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ വിജയിച്ച് പണ്ടാരടങ്ങട്ട് എന്നുള്ള ആശീർവാദത്തോടു കൂടി ഈ വീഡിയോ വൈൻഡ് ചെയ്യുന്നു. ഓക്കെ.